ഒരു ദിവസം ഒരു പെൺകുട്ടിയുടെ അമ്മ മരിച്ചുപോയി. സംസ്കാരം കഴിഞ്ഞ് അവൾ പെട്ടിയും പാണ്ടക്കെട്ടും ഒക്കെ എടുത്ത് പിച്ച തെണ്ടി ജീവിക്കാൻ തുടങ്ങി. പക്ഷെ എല്ലാവരും അവളെ ആട്ടി ഓടിച്ച് കളിയാക്കി. കയ്യിനും കാലിനും ഒരു കുഴപ്പവും ഇല്ലാത്ത ഈ പെണ്ണിന് പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ചോദിച്ചു. പക്ഷെ പട്ടിണി കിടന്നാലും പണിക്ക് പോകില്ല എന്നാണ് പെണ്ണിന്റെ തീരുമാനം. ഒരു ദിവസം ഒരു രാജാവ് അയാളുടെ കൊട്ടാരം വിൽക്കുന്നതായി പ്രഖ്യാപിച്ചു. 12 മുറികളും 365 ജനലുകളുമുള്ള ആ കൊട്ടാരം വാങ്ങാൻ വരുന്നവര് വില പേശാൻ പാടില്ല എന്നൊരൊറ്റ നിയമം മാത്രമേ ഉള്ളൂ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആ പെൺകുട്ടി രാജാവിന്റെ അടുത്തേക്ക് പോയി. പൈസ ഇല്ലാതിരുന്നിട്ടും അവൾ രാജാവിനോടൊരു വലിയ കള്ളം പറഞ്ഞു. ഒരുപാട് ആളുകൾക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ട്, ആ പൈസയൊക്കെ കിട്ടിയിട്ട് ഞാൻ തരാം. മണ്ടനായ പൊട്ടനായ രാജാവ് അതും വിശ്വസിച്ച് 1 വർഷം സമയവും കൊടുത്തു. അങ്ങനെ അവൾ പെട്ടിയും കിടക്കയും എടുത്ത് കൊട്ടാരത്തിലേക്ക് താമസം മാറി. കൊട്ടാരം മുഴുവൻ കിടക്കാൻ പറ്റിയ സ്ഥലം തപ്പി നടന്നെങ്കിലും അവള് ലാസ്റ്റ് ഹാളിൽ ഒരു പാ വിരിച്ചു കിടന്നു. അന്നേരം ഒരു വലിയ കറുത്ത പൂച്ച അവളുടെ അടുത്തേക്ക് വന്നു. അവൾ അതിനെയും കെട്ടിപ്പിടിച്ചുറങ്ങി. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ പൂച്ചയുടെ പൊടി പോലും കാണാനില്ല. അടുത്ത ദിവസം രാത്രി കാര്യം പൂച്ച വീണ്ടും വന്നു. ഇപ്രാവശ്യം അതിന്റെ വായിൽ നിന്ന് ഒരു വലിയ വജ്രം തുപ്പി. ആദ്യമായി വജ്രം കണ്ട പെൺകുട്ടി അത് സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ എല്ലാ രാത്രിയും പൂച്ച വന്ന് കിടന്നുറങ്ങി ഓരോ വജ്രം തുപ്പി കൊടുത്തു പോകുമായിരുന്നു. ഒരു ദിവസം അവൾക്ക് സംശയം തോന്നി. ഒപ്പം കിടന്ന് പൂച്ച രഹസ്യമായി ശബ്ദം ഉണ്ടാക്കാതെ പോയപ്പോ അവളും പുറകെ പോയി. പൂച്ച ഒരു രഹസ്യവാതിലിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോയി. പിന്നാലെ പോയ അവള് അവിടെ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. വജ്രങ്ങൾ കായ്ക്കുന്ന മരങ്ങള്, സ്വർണ്ണ പഴങ്ങള്, പിന്നെ കറുത്ത പൂച്ചയും. അവള് നേരെ പോയി പൂച്ചയെ കൈയോടെ പോക്കി. പറയൂ, നീ ആരാണ്? പൂച്ചയെ തല്ലാനായി ഒരു വടി ഒടിച്ചെടുത്തു. അത് കണ്ട പൂച്ച ഒച്ചത്തിൽ നില വിളിച്ചു കരഞ്ഞു. ആ ശബ്ദത്തിൽ കൊട്ടാരത്തിലെ എല്ലാ ജനലുകളും ഗ്ലാസുകളും പൊട്ടിപ്പോയി. അതിന്റെ ഒപ്പം പൂച്ചയുടെ തോലിയും ശരീരത്തിൽ നിന്ന് വീണുപോയി. അങ്ങനെ പൂച്ച ഒരു സുന്ദരനായ രാജകുമാരനായി മാറി. അവൻ ശരിക്കും ഒരു ശാപം കിട്ടിയ രാജകുമാരനായിരുന്നു. ഏതെങ്കിലും ഒരു പെൺകുട്ടി അവന്റെ രഹസ്യം കണ്ടെത്തുമ്പോൾ മാത്രമേ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരൂ. ഇതോടെ രാജകുമാരൻ എല്ലാ വജ്രങ്ങളും ആ പെൺകുട്ടിക്ക് കൊടുത്ത് രാജാവിന്റെ കയ്യിൽ നിന്ന് കൊട്ടാരം വാങ്ങി. അവസാനം പെൺകുട്ടിയും രാജകുമാരനും ഒരുമിച്ച് സന്തോഷത്തോടെ ആ കൊട്ടാരത്തിൽ അങ്ങ് ജീവിച്ചു.